അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി ഒട്ടും കുറഞ്ഞിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഏപ്രിൽ 23-ന് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ റെവല്യൂഷണറി സ്ക്വയറിൽ നടന്ന വമ്പിച്ച ജനമുന്നേറ്റവും സൈനിക പ്രകടനവും. ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരന്ന ഈ റാലിയിൽ ഇറാന്റെ സൈനിക കരുത്തിന്റെ പ്രതീകമായി ഖാദർ ബാലിസ്റ്റിക് മിസൈൽ പ്രദർശിപ്പിക്കപ്പെട്ടത് ലോകരാജ്യങ്ങൾ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഈ പരേഡിന്റെ കേന്ദ്ര ബിന്ദുവായ ഖാദർ മിസൈൽ വെറും ഒരു ആയുധമല്ല, മറിച്ച് ഇറാന്റെ അതിജീവനത്തിന്റെ രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയാണ്. പഴയ ഷഹാബ് 3 മിസൈലുകളുടെ നവീകരിച്ച രൂപമായ ഖാദർ കൂടുതൽ ദൂരപരിധിയും കൃത്യതയും ഉള്ളതാണ്. ദ്രാവക ഖര പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യകൾ സംയോജിപ്പിക്കുന്നതിലൂടെ അതിവേഗം വിക്ഷേപണത്തിന് സജ്ജമാക്കാൻ കഴിയുമെന്നത് ഇതിന്റെ പ്രത്യേകതയാണ്. ഇറാന്റെ വ്യോമസേനയും പ്രതിരോധ സംവിധാനങ്ങളും തകർക്കുന്നുവെന്ന ട്രംപിന്റെ അവകാശവാദങ്ങൾക്കിടയിലാണ് അത്യാധുനികമായ ഈ മിസൈൽ ജനമധ്യത്തിലൂടെ പ്രദർശിപ്പിച്ചത്. തങ്ങളുടെ ആയുധപ്പുരകൾ ഇപ്പോഴും സുരക്ഷിതമാണെന്നും ഏത് നിമിഷവും തിരിച്ചടിക്കാൻ പ്രാപ്തമാണെന്നുമുള്ള ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ ഇറാൻ നൽകുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള വാദങ്ങൾ പലപ്പോഴും ഇറാന്റെ തകർച്ചയെക്കുറിച്ചാണെങ്കിലും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ തന്നെ നൽകുന്ന വിവരങ്ങൾ ഇതിന് വിരുദ്ധമാണ്. ആഴ്ചകളോളം നീണ്ട അമേരിക്കൻ ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾക്കും ഇറാന്റെ മിസൈൽ ശേഷിയെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി ഡയറക്ടർ ജെയിംസ് ആഡംസിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ആയിരക്കണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഇപ്പോഴും ഇറാന്റെ പക്കൽ സുരക്ഷിതമായിരിക്കുന്നുണ്ട്. ഇറാന്റെ പ്രതിരോധ തന്ത്രം എന്നത് ആധുനിക സൈനിക സിദ്ധാന്തങ്ങളെ പോലും വെല്ലുവിളിക്കുന്നതാണ്. ആയുധങ്ങൾ ഒരിടത്ത് കേന്ദ്രീകരിക്കാതെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഭൂഗർഭ താവളങ്ങളിലും മൊബൈൽ ലോഞ്ചറുകളിലുമായി വിന്യസിപ്പിച്ചിരിക്കുന്നതിനാൽ എത്ര വലിയ വ്യോമാക്രമണം നടത്തിയാലും അവ പൂർണ്ണമായും നശിപ്പിക്കുക എന്നത് അസാധ്യമാണ്. CNN നടത്തിയ അന്വേഷണത്തിൽ ഇറാന്റെ മിസൈൽ ലോഞ്ചറുകളിൽ പകുതിയിലധികം ഇപ്പോഴും പ്രവർത്തനക്ഷമമാണെന്ന് കണ്ടെത്തിയത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ്. ഈ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ ഡ്രോൺ ശേഖരം ഇപ്പോഴും വൻതോതിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും സഖ്യകക്ഷികളായ സൗദി അറേബ്യ, UAE, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങൾക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. വെടിനിർത്തൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും തങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങൾ ആക്രമിക്കപ്പെടാം എന്ന ഭീതി ഈ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ഈ പരേഡ് ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും നിർണായകമാണ്. സാമ്പത്തിക ഉപരോധങ്ങളും യുദ്ധ സാഹചര്യവും കാരണം ജനങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ആശങ്കകൾ പരിഹരിക്കാൻ ഇത്തരം പ്രദർശനങ്ങൾ ഭരണകൂടത്തെ സഹായിക്കുന്നുണ്ട്. തങ്ങൾ സുരക്ഷിതരാണെന്നും ഭരണകൂടത്തിന് പൂർണ്ണ നിയന്ത്രണമുണ്ടെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഖാദർ മിസൈലിന്റെ ഈ മാസ് പ്രകടനം വഴി അവർക്ക് സാധിച്ചു. ചുരുക്കത്തിൽ ട്രംപ് ഭരണകൂടം പ്രചരിപ്പിക്കുന്ന യുദ്ധ വിജയങ്ങൾക്കും കണക്കുകൾക്കും അപ്പുറമാണ് യാഥാർത്ഥ്യം. ഞങ്ങൾ ഇപ്പോഴും തകർന്നിട്ടില്ല എന്ന ഇറാന്റെ പ്രഖ്യാപനം പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ സ്വഭാവം മാറ്റുകയാണ്. വെടിനിർത്തൽ എന്നത് ഒരു താൽക്കാലിക ഇടവേള മാത്രമാണെന്നും ഒരുപക്ഷെ യുദ്ധം പുനരാരംഭിക്കുകയാണെങ്കിൽ ഇറാൻ കൂടുതൽ ശക്തമായി തിരിച്ചടി നൽകുമെന്നുമുള്ള ഭീതിയിലാണ് ലോകം. അമേരിക്കയുടെ ആഗോള ആധിപത്യ മോഹങ്ങൾക്ക് വലിയൊരു വെല്ലുവിളിയായി ഇറാന്റെ ഈ ആയുധ ശേഖരവും പ്രതിരോധ വീര്യവും ഇന്നും നിലനിൽക്കുന്നുണ്ട്.